പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങേ മക്കളായി ഞങ്ങൾ തിരുമുമ്പിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങൾ ഉണ്ണീശോയുടെ തിരുപ്പിറവിക്കായി ഞങ്ങളുടെ ഹൃദയ കവാടങ്ങളെ തുറന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ സുഹൃതങ്ങൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഞങ്ങൾ ഒരു പുൽക്കൂട് തീർക്കുന്നു. കർത്താവെ, ഈ ജൂബിലി വർഷത്തിന്റെ സമാപനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യാശയുടെ തീർത്ഥാടകരായി ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കാതെ മുന്നിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് ദൈവത്തിൽ കണ്ണുറപ്പിച്ച് മുന്നോട്ട് പോകാൻ, അവിടുന്ന് നൽകുന്ന രക്ഷ സ്വന്തമാക്കുവാൻ, സ്വർഗം മുന്നിൽ കണ്ട് ജീവിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം 16-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നു, ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നു നീങ്ങുമ്പോൾ, അവർ ചെങ്കടൽ കടന്ന് മരുഭൂമിയിലൂടെ കടന്നു പോകുന്ന ആ ഒരു സമയം, അവിടെ അവർക്ക് ഒരുപാട് പരാതികളായിരുന്നു. കാരണം ഈജിപ്തില് അടിമത്തത്തിലായിരുന്നെങ്കിലും അവർക്ക് വേണ്ടുവോളം ഭക്ഷണം ലഭിച്ചിരുന്നു, അവർക്ക് ഇറച്ചി ലഭിച്ചിരുന്നു. എന്നാൽ ഈ മരുഭൂമിയിൽ എന്തുണ്ട്? അവിടെ മരുഭൂമിയിൽ ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു സാഹചര്യം, ഭക്ഷണമെല്ലാം തീർന്ന അവസ്ഥ. ഈ അവസരത്തില് ഇസ്രായേൽ ജനം മോശയോട് പിറുപിറുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മരുഭൂമിയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത്? ഇവിടെ കിടന്ന് ഞങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് ഉള്ള ഒരു സംശയം, ഒരു പരാതി ഉന്നയിച്ചപ്പോൾ ദൈവത്തിന്റെ പക്കലേക്ക് മോശ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. ദൈവം ഇസ്രായേൽ ജനത്തിന് ധാരാളം കാടയും അതുപോലെ മന്നയും നൽകുകയാണ്. നമ്മൾ ഓർക്കുക, ഈ ഒരു തിരുവചന ഭാഗം വായിക്കും മനസ്സിലാകുന്നത് വലിയൊരു അത്ഭുതമാണ്. അതായത് സായാഹ്നത്തിൽ രാത്രിയില് കാട വന്നിട്ട് ഇസ്രായേൽക്കാര് പാർക്കുന്ന അവരുടെ ആ കൂടാരങ്ങളുടെ ഇടയിൽ വന്ന് വീഴുന്നു. അതുപോലെ തന്നെ മന്ന എന്ന് പറഞ്ഞാൽ വളരെ ഒരു വെളുത്ത ഒരു വസ്തുവാണ്, മഞ്ഞ് പോലെ ഇരിക്കുന്ന വസ്തു. അവരെല്ലാവരും അത് ശേഖരിച്ചു. അത് ശേഖരിച്ച് അവർക്ക് ധാരാളം ഭക്ഷിക്കാൻ ആവശ്യത്തിനുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ കാണുന്ന വലിയൊരു രസകരമായ കാര്യം, വളരെ സന്തോഷകരമായ കാര്യം, ഈ മന്നയും കാടയും ഒക്കെ കിട്ടിയ ജനം അത് ശേഖരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ തിരിച്ചറിയുകയാണ്, പിറ്റേ ദിവസത്തേക്ക് അത് ശേഖരിക്കുമ്പോൾ അത് കേടായി പോകുന്നു, അതിൽ പുഴുക്കളരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ദൈവം മോശ വഴി ജനത്തോട് പറയുകയാണ്, നിങ്ങൾ അനാവശ്യമായിട്ട് ദൈവത്തെ പരീക്ഷിക്കരുത്. നിങ്ങളുടെ ദൈവം എല്ലാം നൽകുന്ന ദൈവമാണ്. ഓരോ ദിവസത്തിനും നിങ്ങൾക്ക് വേണ്ട കൃപകൾ നൽകാനായിട്ടുള്ള ദൈവം ആഗ്രഹിക്കുന്നു, ദൈവം അത് അനുവദിക്കുന്നു. നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കുക. ഇസ്രായേൽ അടിമത്തത്തിൽ നിന്നും ചെങ്കടൽ കടത്തിയ ദൈവം, മരുഭൂമിയിലൂടെ കടന്നുപോയ ജനം, രാത്രിയിൽ അഗ്നിസ്തംഭമായും മേഘസ്തംഭമായും കൂടെ നടന്ന ദൈവം, ഇതാ വിശന്നപ്പോൾ അവർക്ക് അവിടുന്ന് മന്നയും അത് കാടയും നൽകിയ ദൈവം, ദാഹിച്ചപ്പോൾ പാറയിൽ നിന്നും ജലമൊഴുക്കിയ ദൈവം, നിങ്ങളെ വാഗ്ദത്ത നാട്ടിലേക്ക് നയിക്കുന്ന കർത്താവാണ്. ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം, പ്രിയമുള്ളവരെ, ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കണം. നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. ദൈവം നമ്മുടെ മുന്നേ നടക്കുന്ന ദൈവമാണ്. നമുക്ക് വഴി അവിടെ ഒരുക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ കണ്ടു, യോഹന്നാന്റെ സുവിശേഷത്തിന് 14-ാം അധ്യായം 6-ാം തിരുവചനത്തില് കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴി, എന്നിലൂടെ നിങ്ങൾ പിതാവിന്റെ പക്കലേക്ക് നിങ്ങൾ എത്തുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്ന കൃപകളെ ഓർത്ത് എണ്ണി എണ്ണി ദൈവത്തിന് നന്ദി പറയാൻ നമ്മൾ പരിശ്രമിക്കുക. നാളത്തേക്കുള്ള കാര്യങ്ങളെ കുറിച്ച് ആകുലപ്പെടേണ്ട, ദൈവം അത് നമുക്കായിട്ട് ഒരുക്കും. നാളത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ഓർത്ത് നമ്മൾ സങ്കടപ്പെടുകയോ നിരാശപ്പെടുകയോ വേണ്ട. ഇന്നത്തെ കാര്യം ദൈവത്തിന്റെ കാര്യങ്ങൾ കൊടുക്കുക. കർത്താവ് നമ്മളെ കർത്തൃപ്രാർത്ഥനയെ പഠിപ്പിച്ചല്ലോ. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ കർത്താവിന്റെ ആ ഒരു അന്നു വേണ്ട ആഹാരത്തിനും അപ്പത്തിനു വേണ്ടി മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓരോ ദിവസത്തിനും വേണ്ടത് ദൈവം നിനക്ക് തരും. നിന്റെ ദൈവം നിന്നെ കുറിച്ച് ദൈവം വിചാരമുള്ളവനാണ്. ദൈവം നിനക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന ദൈവമാണ്. ഈ ക്രിസ്മസിൽ കർത്താവിത നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, രക്ഷകനായിട്ട് കടന്നു വന്ന ഈശോയെ നിങ്ങൾ സ്വീകരിക്കുക, അവിടുന്ന് പ്രത്യാശ അർപ്പിക്കുക. അവിടുന്ന് നിന്നെ മുന്നോട്ട് നയിക്കുന്ന ദൈവമാണ്, കൂടെ നടത്തുന്ന ദൈവമാണ്. നാളെയെക്കുറിച്ച് ഓർത്ത് നീ ആകുലപ്പെടേണ്ട കാര്യമില്ല. നിനക്ക് വേണ്ടതെല്ലാം നിന്റെ ദൈവം തരും. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിന്റെ 6-ാം അധ്യായം
33 തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പ്രിയമുള്ളവരെ. ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ആദ്യം നീ ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിനക്ക് കൂട്ടി നൽകപ്പെടും. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശക്തി നമ്മളിൽ നിറയുന്നതിന് വേണ്ടി, അവിടുത്തെ ആത്മാവിന്റെ അഭിഷേകത്തെ നിറയാൻ വേണ്ടി, ഉണ്ണീശോ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പിറക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് തുറക്കാം. അവിടുന്ന് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ സമാധാനത്തിന് മുന്നോട്ട് പോകും. അവിടുന്ന് എനിക്കായിട്ട് എല്ലാം ഒരുക്കും. രക്ഷ അവിടുന്ന് നമുക്ക് ഒരുക്കും. ഈ ജൂബിലി വർഷത്തിന്റെ സമാപനത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി നമ്മൾ, സ്വർഗം കണ്ട് മുന്നോട്ട് നീങ്ങുന്ന നമ്മൾ, നമ്മുടെ ജീവിത വഴിയിൽ മരുഭൂമി അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴും ദൈവം നമുക്കായിട്ട് എല്ലാ സമൃദ്ധിയും നൽകുന്ന ദൈവം, ഓരോ ദിവസത്തിനും വേണ്ടത് നൽകുന്ന ദൈവം, ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ ഈ ലോകത്തിൽ വന്ന് പിറക്കുന്ന ക്രിസ്മസിനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ വഴികളിൽ കർത്താവേ പലപ്പോഴും മരുഭൂമി അനുഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് പലപ്പോഴും ആകുലതകളുണ്ട്, പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസരങ്ങളുണ്ട്. അവിടെ ദൈവത്തിന്റെ ശക്തമായ കരം ഞങ്ങളെ മുന്നോട്ട് നയിക്കുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കട്ടെ. അങ്ങയിൽ ഞങ്ങൾ പൂർണ്ണമായിട്ട് ആശ്രയിക്കട്ടെ. ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടുകൊണ്ട് അവരെ വാഗ്ദത്ത നാട്ടിലേക്ക്, രക്ഷയുടെ നാട്ടിലേക്ക് നയിച്ചതുപോലെ ഞങ്ങളും സ്വർഗത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പലതിനെക്കുറിച്ചും ആകുലപ്പെടാതെ ദൈവം നൽകുന്ന, അവിടുത്തെ ഒരുക്കുന്ന രക്ഷ സ്വന്തമാക്കാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളതിനായി മുമ്പ് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങളെ അങ്ങിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.